Terendy by Anton Chekhov. That story we completed. Today we are going to discuss its textual questions and activities. Let's start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ എ ഡേ ഇൻ ദ കൺട്രി എന്നുള്ള പാഠഭാഗം ചർച്ച ചെയ്തു. എഴുതിയുള്ളത് ആൻറ്റൺ ചെക്കോവാണ്. അത് നമ്മൾ തീർത്തു കഴിഞ്ഞു. ഇന്ന് നമ്മളതിൻ്റെ അതിലെ ചില ചോദ്യോത്തരങ്ങളും പ്രവർത്തനമാണ് ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let's start. Why is Fyokla worried? Pick out the expressions which show that she is worried. എന്തുകൊണ്ടായിരുന്നു ഫ്യോക്ല ഭയപ്പെട്ടത്? അതിനെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ താഴെ ചേർത്തെഴുതുക. Fyokla was worried because her brother had met with an accident. Her uncle Terendy had not to seen to help her. The sentence, the white-haired barefoot child is pale. Her eyes are wide open. Her lips are trembling. Show her worry. Okay. ഒരു പേടിച്ച് കാരണം ആ ഒരു സമയത്തൊരു അപകടമുണ്ടായി. അങ്കിൾ ടെറൻഡിയുടെ സഹായം അതിന് വേണ്ടിയിട്ട് അവൾ ഓടുകയായിരുന്നു. അപ്പോൾ അവൾ ചെരുപ്പില്ലാതെ വളരെ മുഖത്തോട് കൂടിയിട്ട് അങ്ങനെ ടെറൻഡിയെയും അന്വേഷിച്ച് പോവുകയായിരുന്നു. തൻ്റെ സഹോദരൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതെന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഓടിയത്. അതുകൊണ്ടാണ് ഭയപ്പെട്ടത്. സെക്കൻഡ് വൺ, ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ടെറൻഡി? എങ്ങനെയാണ് എഴുത്തുകാരൻ ടെറൻഡിയെ കുറിച്ച് ഇവിടെ വിവരിച്ചിട്ടുള്ളത്? ടെറൻഡി വാസ് എ tall old man with a thin pock-marked face, very long legs and bare feet, dressed in a woman's tattered jacket. On his crane-like legs he swayed in the wind. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: അദ്ദേഹം വൃദ്ധനാണ്, പ്രായം ചെന്ന ആളാണ്, അതോടൊപ്പം തന്നെ പൊക്കമുള്ള ആളാണ്, മെലിഞ്ഞവനാണ്, വസൂരിക്കരയുണ്ട്, നീണ്ട കാലുകളുണ്ട്, നഗ്നപാതനാണ്. അദ്ദേഹം കീറിപ്പറഞ്ഞ ഒരു ജാക്കറ്റാണ് ധരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കൊക്ക് പോലെയുള്ള കാലുകൾ, അദ്ദേഹത്തിൻ്റെ ആ കാലുകൾ ഇങ്ങനെ കാറ്റിലാടുന്നുണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വർണ്ണന. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, വാട്ട് വാസ് ദ ആക്സിഡൻറ്റ് ദാറ്റ് ഡെനിൽക്ക മെറ്റ് വിത്ത്? എന്ത് അപകടമാണ് ഡെനിൽക്കയ്ക്ക് സംഭവിച്ചത്? Denilka stuck his hand into a hole in a tree. He was trying to get cuckoo's eggs. He could not take it out. ഡെനിൽക്ക ഒരു മരത്തിൻ്റെ പൊത്തിലേക്ക് കൈയിട്ടു. കുയിലിൻ്റെ മുട്ടെടുക്കാൻ വേണ്ടിയായിരുന്നു കൈയിട്ടത്, പക്ഷേ ഇപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു അവന് പണഞ്ഞ അപകടം. ഫോർത്ത് വൺ, വൈ ഡസ് ടെറൻഡി തിങ്ക് ദാറ്റ് ദ തണ്ടർ വിൽ നോട്ട് ഹർട്ട് ദ ഗേൾ? എന്തുകൊണ്ടാണ് ടെറൻഡി ചിന്തിച്ചത് ഇടി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞത്? ടെറൻഡി സെഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഫ്രം സ്പൈറ്റ് ദാറ്റ് ഇഫ് തണ്ടർ ആൻഡ് ഇറ്റ് വുഡ് നോട്ട് കിൽ എ ലിറ്റിൽ തിങ് ലൈക്ക് ഫ്യോക്ല. തീർച്ചയായിട്ടും കൊച്ചുകുട്ടി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നിന്നെ ഒന്നും ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഉപദ്രവിക്കാത്തത് എന്ന രൂപത്തിൽ പറയുന്നത്. ഫിഫ്ത്ത് വൺ, ഹൗ ഡിഡ് ഫ്യോക്ല ഫീൽ വെൻ ഷീ ഹിയർഡ് ദ തണ്ടർ? ഇടി അവിടെ വീണ്ടും കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എന്താണ് ഫ്യോക്ലയുടെ അനുഭവം? വെൻ ഷീ ഹിയർഡ് ദ തണ്ടർ ഫ്യോക്ല ഫെൽ ദാറ്റ് സംതിങ് ബിഗ്, ഹെവി ആൻഡ് റൗണ്ട് വാസ് റോളിംഗ് ഓവർ ദ സ്കൈ ആൻഡ് ടിയറിംഗ് ഇറ്റ് ഓപ്പൺ എക്സാക്ട്ലി ഓവർ ഹെർ ഹെഡ്. തീർച്ചയായിട്ടും അവൾ കേട്ടിയതാണ് ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് പുറത്ത് മിന്നലും കൂടി ഇടി പൊട്ടുകയുണ്ടായി. ഇത് കണ്ടപ്പോഴാണ് ഇത് തീർച്ചയായിട്ടും ശക്തമാകുമെന്ന് വിചാരിച്ചത്. ഇതായിരുന്നു അവളുടെ അനുഭവം. നെക്സ്റ്റ് വൺ, വൈ ഡസ് ദ ബോയ് നോട്ട് തിങ്ക് ഓഫ് ഹിസ് ട്രബിൾ വൈൽ ലുക്കിംഗ് അറ്റ് ദ സ്റ്റോമി സ്കൈ? കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ അവനിങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തുള്ള അവൻ്റെ ചിന്ത എന്തായിരുന്നു? ബോയ് വാസ് ഗേസിംഗ് അറ്റ് ദ സ്റ്റോമി സ്കൈ ആൻഡ് അപ്പാരൻറ്റ്ലി ഫോർഗോട്ട് ടു തിങ്ക് ഓഫ് ഹിസ് ട്രബിൾ. അവനിങ്ങനെ അന്തമിട്ടിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. നോക്കി നിൽക്കുന്ന സമയത്ത് അവന് ഭയമുണ്ട്. ആ ഭയത്തെക്കുറിച്ച് അവനൊന്നും അറിയില്ല, അവൻ മറന്നിരിക്കുകയായിരുന്നു. Okay, that is the sixth one. Then seventh one, why couldn't Denilka pull his hand out of the hole? എന്തുകൊണ്ടായിരുന്നു ഡെനിൽക്കയ്ക്ക് തൻ്റെ കയ്യ് വലിച്ചെടുക്കാൻ പറ്റാതിരുന്നത്? The wood had broken at the edge of the hole and jammed Denilka's hand, so he could not pull his hand out of the hole. മരം അത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വക്കിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ജാമയെ അമർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈ അവന് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. 8th one, why does Terendy ask Denilka not to touch the nightingale's nest? രാപ്പാടിയുടെ കൂടെ തുടരുത് എന്ന് എന്തുകൊണ്ടാണ് ടെറൻഡി ഡെനിൽക്കയോട് പറഞ്ഞത്? The nightingale is a singing bird. It has a voice too glad to
heart of man, it is a sin to disturb the bird. So Terendi asked Delika not to touch the nightingale's nest. കാരണം അതൊരു രാപ്പാടിയാണ്, ആ പക്ഷിയെ ഉപദ്രവിച്ചാൽ അത് പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. 9th one, he knows everything. Why does the author say so? അദ്ദേഹത്തിനെല്ലാം അറിയാം. എന്തുകൊണ്ടാണ് ഓഥർ അങ്ങനെ പറഞ്ഞത്? തെറന്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? Terendi knows the name of all the wildflowers, animals and stones. He knows the names of all the wildflowers, animals and stones. He knows what helps cure diseases. He has no difficulty in telling the age of horse or a cow. Looking at the sunset, the moon or the birds, he could tell what sort of weather it would be the next day. So the author says that he knows everything. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം, എഴുത്തുകാരൻ അങ്ങനെ പറയാൻ കാരണം, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷികളുടെ പേരറിയാം, പൂക്കളുടെ, മൃഗങ്ങളുടെ, കല്ലിൻ്റെ ഒക്കെ പേരറിയാം, അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിന് ഏത് പച്ചില മരുന്നാണ്, ആ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്ന്, പച്ചമരുന്ന് എന്തൊക്കെയാണെന്നുള്ള കാര്യം അദ്ദേഹം നന്നായിട്ട് അറിയാം. മാത്രമല്ല ഒരു കുതിരയെയോ പശുവിനെ നോക്കിക്കൊണ്ട് അതിൻ്റെ പ്രായം അദ്ദേഹത്തിന് നോക്കിയിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നിലാവെളിച്ചം അല്ലെങ്കിൽ സൂര്യപ്രകാശം നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും നാളെ ഏത് കാലാവസ്ഥയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 10th one, these people have learned not from books. How did they learn them? ഈ ആളുകളെല്ലാം പഠിച്ചുള്ള ബുക്കിൽ നിന്നല്ല, എങ്ങനെയാണ് അവരെല്ലാം പഠിച്ചെടുത്തത്? They learned everything from nature, from the fields, woods, river banks, birds, the sun, etc. അവരെല്ലാം പഠിച്ചെടുത്തത് പ്രകൃതി തന്നെയാണ്. അവരുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ പുസ്തകങ്ങൾ ബൈബിൾ തന്നെയായിരുന്നു. റിവർ ബാങ്ക്സ്, അതുപോലെ പക്ഷികൾ, അതുപോലെ തന്നെ സൂര്യൻ, ഇത് തന്നെയായിരുന്നു അവരുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈ ആർ ദ കോബ്ലർ ആൻഡ് ദ ബോയ് നോട്ട് വിയറിംഗ്? എന്തുകൊണ്ടാണ് കോബ്ലറും അതുപോലെ തന്നെ ആൺകുട്ടിയും ക്ഷീണിക്കാതിരുന്നത്? ദ കോബ്ലർ ആൻഡ് ദ ബോയ് വർ നോട്ട് വിയറി ബിക്കോസ് വൈൽ വാക്കിംഗ് ദേ ടോക്ക്ഡ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ദ എർത്ത് അൺസീസിംഗ്ലി. എന്ന് വെച്ചാൽ ആൺകുട്ടിയും കോബ്ലറും ഇടതടവില്ലാതെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നടക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അതിൻ്റെ ആസ്വാദത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് അവർക്ക് നടക്കുന്നിടയിൽ ക്ഷീണം തോന്നാതിരിക്കാൻ കാരണം. 12, do you think that Terendi loves children? Justify your answer. ടെറൻഡി കുട്ടികളെ സ്നേഹിക്കുന്നുവോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. Yes, Terendi loves children very much. When the children fell asleep, he came to them and placed bread under their heads. This incident shows that he loves them very much. അതായത് ടെറൻഡി കുട്ടികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. കാരണം അവരുറങ്ങിയ സമയത്ത് അദ്ദേഹം അവരുടെ അടുത്തേക്ക് വരികയും അവരുടെ തലയ്ക്ക് പുറത്ത് ബ്രെഡ് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് കുട്ടിയോടുള്ള അങ്ങേറ്റമുള്ള വാത്സല്യത്തെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ബോയ് ഡസ് നോട്ട് സ്ലീപ്പ്. വൈ? ആൺകുട്ടിക്ക് ഉറങ്ങാം. എന്തുകൊണ്ടാണ്? ദ ബോയ് ഡസ് നോട്ട് സ്ലീപ്പ്. ഹി ഗേസസ് ഇൻ ടു ഡാർക്ക്നെസ്. ഇറ്റ് സീംസ് ടു ഹിം ദാറ്റ് ഹി ക്യാൻ സീ എവറിത്തിങ് ദാറ്റ് ഹി ഹാസ് സീൻ ഡ്യൂറിങ് ദ ഡേ. ആൺകുട്ടിക്കൊന്നും ഉറക്കമെന്നില്ല, കാരണം അവൻ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൻ അന്ന് കാഴ്ചകൾ അവൻ കാണുകയുണ്ടായി, അനുഭവിക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് അവനന്ന് ഉറങ്ങാതിരിക്കാൻ പറ്റാതിരുന്നത്. 14th one, and no one sees his love. What is the love referred to here? ആരും അദ്ദേഹത്തിൻ്റെ സ്നേഹം കണ്ടില്ല. എന്താണ് ഇവിടെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? The love of the cobbler towards the children is referred here. ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോബ്ലറുടെ സ്നേഹത്തെക്കുറിച്ചാണ്. ഓക്കെ, സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് ദ 14th one. Next one, activity 1. The following is summary of the story, A Day in the Country. Some parts of it are missing. Complete it. ഇവിടെ കഥയുടെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് പൂർത്തീകരിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. It was a stormy day. There was thunder and lightning. A little girl dash. She asked everyone dash. The girl sobbed and told Terendi dash. She wanted Terendi to dash. She said that Delika put his mind dash. They both dashed and wet all through. He saved the boy and dash on the way they dash. അങ്ങനെ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ദ മൂൺ എൻജോയ് ദ ലവ് ഓഫ് ദ ഹോംലെസ് കോബ്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് അവിടെ എഴുതുകയാണ് വേണ്ടത്. ചില ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ട്. ആ മിസ്സായ ഭാഗങ്ങൾ ചേർത്ത് അത് ആ കഥയുടെ മുഴുവൻ ഭാഗം നമ്മൾ ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. റീടെൽ ദ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കഥ നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ ഇങ്ങനെ അത് വിവരിക്കുക, വിട്ട ഭാഗത്ത് ചേർത്തുകൊണ്ട്. ഓക്കെ, ഇറ്റ് വാസ് എ സ്റ്റോമി ഡേ, ദർ വാസ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. A little girl of 6, Shokla, ran through the village looking for Terendi, the cobbler. She was worried. She asked everyone whether they had seen Terendi. Nobody could tell where he was. At last she met Terendi's bosom friend. He informed her that was in the kitchen gardens. She ran to there and saw Terendi standing near the vegetable plots. The girl sobbed and told Terendi that her brother Delka met an accident. He had put his hand into a hole in a tree to get cuckoo's egg and he could not get it out. She wanted Terendi to go with her to help her brother. They both rushed to the spot in the heavy rain. The cobbler walked quickly. The girl could hardly keep up with his on the way. He consoled her not to frighten because the thunder would not kill a little thing like her. When they reached the spot, they found the frightened Denilka. He saved the boy and walked along the darkened road. On the way, they talked about a lot of things like nightingale, rain, ducks, etc. Terendi asked all their questions. Denilka wondered how Terendi had a good knowledge about everything. He learned everything from nature, not from books. They reached a river bank and shared their food. They returned to the village only in the evening. The children went to a deserted barn in the night. The boy could not sleep for a long time. He thought about all that he had seen at the daytime. At last he fell asleep. Terendi came to them and put bread under their heads. The man was rejoiced seeing the love of the homeless cobbler. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത് ചേർത്ത് എഴുതുന്നത്. Let's prepare a blog. In this unit you have learned poems and stories that depict the splendor of nature. ഈ യൂണിറ്റിൽ പ്രകൃതിയെക്കുറിച്ചുള്ള മനോഹാരിതയെ ആവിഷ്കരിക്കുന്ന ചില കഥകളും കവിതകളും നമ്മൾ പഠിച്ചെടുത്തു. Can you write poems? നിങ്ങൾക്ക് കവിത എഴുതാൻ കഴിയുമോ? സ്റ്റോറീസ് ഓർ ആർട്ടിക്കിൾസ്, കഥയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് സ്പ്ലെൻഡർ ഓഫ് നാച്ചർ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കവിത എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രകൃതിയുടെ മനോഹാരിതയെ വിവരിക്കുന്ന ഒരു കഥയോ അല്ലെങ്കിൽ കവിതയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ, ലേഖനമോ എഴുതുക. ഡെവലപ്പ് എ ബ്ലോഗ് ഫോർ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് എ സ്കൂൾ. പോസ്റ്റ് യുവർ പോംസ്, സ്റ്റോറീസ് ആൻഡ് ആർട്ടിക്കിൾസ് ഇൻ ദ ബ്ലോഗ്. ഇപ്പോൾ ഒരു ബ്ലോഗ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ കീഴിൽ. അപ്പോൾ ആ ബ്ലോഗിലേക്ക് നിങ്ങളുടെ കഥകൾ, കവിതകൾ, അതുമായി അതായത് പ്രകൃതിയുടെ മനോഹാരിതയെ വർണ്ണിക്കുന്ന വിളിച്ചോതുന്ന കഥകളോ കവിതകളോ ആണ് എഴുതേണ്ടത്. അത് ഇതിൽ പോസ്റ്റ് ചെയ്യാം. യു മേ ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു കമൻറ്റ് ഓൺ ദം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് കണ്ടിട്ട് അതിന് അനുസരിച്ചുള്ള കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ആരായുക. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് എനി പോയംസ് related to the nature, the beauty of nature. There's a model of a poem is there. You can just go read. I think all of you got the idea about this. Textual questions and activities of the topic a day in the country. Okay, the coming day we can discuss another topic. Okay, still wait. Have a nice day. Thank you.